കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിലെത്തി ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. സുരേഷ് ഗോപി തന്നെയാണ് മാതാവിന് കൊന്ത അണിയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഇവിടെ എത്തി മാതാവിന് കിരീടം ധരിപ്പിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെയും പള്ളിയിലെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊന്ത അണിയിച്ചത്. മകളുടെ വിവാഹത്തിന് മുൻപായി ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിക്കാമെന്ന് നേരത്തെ നേർച്ചയുടെ ഭാഗമായാണ് മുൻപ് സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെ താഴെ വീണ് മുകൾ ഭാഗം വേർപെട്ടിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് ഉയർന്നത്. BJP നേതാവിന്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞതുൾപ്പെടെയായിരുന്നു പ്രതികരണം. കിരീടത്തിന്റെ തൂക്കവും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ തൃശൂരിലെ വിജയത്തിന് പിന്നാലെയാണ് സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂരിലെ വിജയത്തിന്റെ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ലഭിച്ചുവെന്നതും സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായിരുന്നു. പള്ളിയിലെത്തുന്നതിന് മുൻപ് K കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. അദ്ദേഹത്തിനൊപ്പം പത്മജ വേണുഗോപാലും ഉണ്ടായിരുന്നു. ഗുരുത്വം നിർവഹിക്കാനാണ് എത്തിയതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയിലാണ് K കരുണാകരനെ കാണുന്നത്. തന്റെ തലമുറയിലെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന ആ വ്യക്തിയോടാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി.